ഒരു ഹായ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ എല്ലാ ചക്കര ഫ്രണ്ട്സിനും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞി മിനി വ്ളോഗാണ്. അതായത് എനിക്കൊരു സാധനം മേടിക്കാനായിട്ട് ബ്രോഡ്വേ വരെ പോകണം. അപ്പോൾ അതൊരു വ്ളോഗാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെയെന്ന് വെച്ചാൽ ഞാൻ റെഡി ആവുന്നതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അധികം വാചകം അടിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നന്നായിട്ട് ഫേസ് ക്ലെൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ക്രീം എടുത്തിട്ട് മുഖത്തും കയ്യിലും ബാലൻസ് ഉള്ളത് കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാന്ന് വെച്ചാൽ ഈ ക്രീം വന്നിട്ട് അത്യാവശ്യം സൺടാൻ ഒക്കെ പ്രിവെൻറ്റ് ചെയ്യുന്നതായതുകൊണ്ട് എക്സ്ട്രാ ഞാനൊരു സൺസ്ക്രീൻ തേക്കുന്നില്ല. പിന്നെ ഞാൻ ഐബ്രോ നല്ല തിക്കായിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ കിങ്കരന്മാരെ പോലെയൊക്കെ ഇരിക്കുന്ന ഐബ്രോസ് ആണ് കേട്ടോ എനിക്കിഷ്ടം. അതിനുശേഷം ഞാനൊരു ലിപ് ലൈനർ എടുത്തിട്ട്, മാർസിൻ്റെ ലിപ് ലൈനറാണ്. അയ്യോ തെറ്റിപ്പോയല്ലോ. കാജൽ എടുത്തിട്ട് ഞാൻ കണ്ണിന്റെ മീളിൽ എഴുതി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കണ്ണിന്റെ താഴെ എഴുതി കൊടുക്കുന്നുണ്ട്. ഫേസ് കാനഡയുടെ കാജലാണ് കേട്ടോ, നല്ല കാജലാ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു ലിപ് ലൈനർ എടുത്തിട്ട് ആദ്യം ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മാർസിന്റെ ആണ്, നല്ല ഷെയ്ഡുള്ള ലിപ് ലൈനർ ആണ് കേട്ടോ. പിന്നെ അതുകൊണ്ട് തന്നെ ലിപ്പ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്ക്, ബ്ലൂ ഹെവന്റെ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് എടുത്തിട്ട് ലിപ്സിലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എഡിറ്റ് ചെയ്ത് ഞാൻ സ്പീഡിലാക്കിയോണ്ട് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോണത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ലിപ് ക്രയോൺ വെച്ചിട്ട് ഒരു ഇത് ഏതിൻ്റെയാന്ന് ഞാൻ ഓർക്കുന്നില്ലല്ലോ. മാർസിന്റെ ലിപ് ക്രയോൺ വെച്ചിട്ട് ഞാനത് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടടേ, അപ്പം ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പിന്നെ ഞാൻ രാവിലെ കുടിച്ച ചായന്റെ ബാക്കി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ പതുക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴും ഓർത്ത് അയ്യോ ഇത് തണുത്തിരിക്കുകയാണല്ലോ എന്ന്. പിന്നെ ഞാനത് മുഴുവനായിട്ട് കുടിച്ചു തീർത്തു. അത് കഴിഞ്ഞിട്ട് ജുംക്ക ഇടണം. എന്നിട്ട് സ്റ്റഡ് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ഞാൻ ജുംക്ക എടുത്തിട്ടു. പിന്നെ വന്നിട്ട് ഞാൻ ഇടാൻ പോകുന്ന ഒരു ചുരിദാറാണ് കേട്ടോ. ഇത് അധികം പുതിയതൊന്നും അല്ല, എന്നാൽ അത്ര പഴയതും അല്ല. മുടി വന്നിട്ട് ഇങ്ങനെ ഫ്രീ ആക്കി ഇടാന്ന് വിചാരിച്ചിട്ടാണ്. കാരണം എനിക്കിപ്പോൾ അത്യാവശ്യം ഹെയർ ഫോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കെട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷൂക്കെന്നും പറഞ്ഞിട്ടിരിക്കും. അതുകൊണ്ട് ഞാൻ മുടി ഇങ്ങനെ ഫ്രീ. ഹലോ സുഹൃത്തുക്കളെ, എൻ്റെ വിളി എങ്ങനെയുണ്ട് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ? ഓക്കെ, ഞാൻ നടന്നുകൊണ്ടിരിക്കുവാണേ. ഓട്ടോ യൂബർ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതവിടെ വന്ന് കിടപ്പുണ്ട്. അപ്പം ഈ വഴിയിലോട്ട്, ഞങ്ങളുടെ വീടിൻ്റെ വഴിയിലോട്ട് ഓട്ടോ കയറത്തൊന്നുമില്ല. അപ്പം നമ്മൾ റോഡിൽ വരെ നടക്കണം. അപ്പോൾ ഞാൻ ഓട്ടോയിൽ കയറിയിട്ട് പകുതി അണ്ണാൻ 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 കണ്ടോ? ഓട്ടോ ചേട്ടൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പെൻഡമേനയിലേക്ക് പോവാന്ന് കേട്ടോ. ഇല്ല ചേട്ടാ, ഞാൻ ഇവിടെ പറഞ്ഞു, ഞാൻ വ്ളോഗറാണ്, വ്ളോഗർ. ചേട്ടനോട് ഞാൻ വർത്താനം പറഞ്ഞതാണ്. അങ്ങനെ ഞാൻ പെൻഡാമനയിലെത്തി. ഹായ്. ശരിക്കും ഈ വഴിയില്ലേ, ഈ വഴിക്ക് ശരിക്കും പറഞ്ഞ ഒരു സ്റ്റോറി ഉണ്ട് കേട്ടോ. കാരണം അത്രയ്ക്ക് പണ്ടൊന്നുമല്ല, ഒരു 6-7 കൊല്ലം മുന്നേ എൻ്റെ ക്യാമറ ഇവിടെ വെച്ചിട്ട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിൽ ചില്ലറയില്ല. ഗൂഗിൾ പേ ആയിട്ട് ഞാൻ ഓട്ടോ പൈസ കൊടുത്തേ. ആൾക്കാർ നോക്കുന്നുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. കൂൾ. ഇത് പെൻഡാമനയുടെ എൻട്രൻസ് ആണ് കേട്ടോ. ഞാൻ ഈ ഫോണൊക്കെ പിടിച്ച് വ്ളോഗൊക്കെ ചെയ്ത് പോകുന്ന കണ്ടിട്ട് ആൾക്കാരും ഷോപ്പിലുള്ളവരൊക്കെ എന്നെ നോക്കുന്നുണ്ടായിരുന്നേ. ഞാൻ പിന്നെ അതൊന്നും മൈൻഡൊന്നും ചെയ്യാൻ പോയില്ല. എന്നാത്തിന് വെറുതെ ഉള്ള കോൺഫിഡൻസും കൂടെ കളയുന്നത്. ഞാൻ പിന്നെ ഷോപ്പിലേക്ക് കയറി ചെന്നു. നേരെ കാണുന്ന ഷോപ്പായിരുന്നു കേട്ടോ. ഞാൻ ഷോപ്പ് കാണിച്ചു തരാം. ഇവിടുത്തെ സ്റ്റാഫ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കുന്നത്. എൻ്റെ റിംഗ് ലൈറ്റ് വന്നിട്ട് ഡിജിടെക്കിൻ്റെയാണ്. ഇതുവരെ പ്രത്യേകിച്ച് കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഈ ഷോപ്പിൽ നിന്നാണ് വാങ്ങിയത്. ഇവിടുത്തെ സ്റ്റാഫ്സ് ആണെങ്കിലും ഓണർ ആണെങ്കിലും എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്. അങ്ങനെ ഞാൻ പ്രൊഡക്റ്റ് വാങ്ങിച്ചു. മൈക്കായിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്, വയർലെസ്. ഡിജിടെക്കിൻ്റെ തന്നെയായിരുന്നു ബ്രാൻഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് യാത്ര പറഞ്ഞിറങ്ങി. അവരെനിക്ക് ചെറിയ ഡിസ്കൗണ്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, ഷോപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഷോപ്പിൻ്റെ ഫ്രണ്ട് വശം.
ജോൺസൺ കെയർ മൊബൈൽ ലാപ്ടോപ്പ് റിപ്പയർ. അപ്പോൾ ഞാൻ മൈക്കൊക്കെ വാങ്ങിച്ചു. ഇനി എനിക്ക് നേരെ നമ്മൾ വീട്ടിലേക്കാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് എന്തെങ്കിലും ഞം കഴിക്കണം. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ചമ്മലായിരുന്നു കേട്ടോ. സീരിയസ്ലി എനിക്ക് നല്ല ചമ്മലായിരുന്നു. എൻ്റെ ഫസ്റ്റ് വ്ലോഗാണ്. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. എനിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നേ. പിന്നെ ഞാനതൊക്കെ അങ്ങ് കൺട്രോൾ ചെയ്തിട്ട് കടിച്ചു പിടിച്ചിട്ടാണ് ധൈര്യം വെച്ചിട്ട് ഈ നടക്കുന്നത്. പിന്നെ ആണെങ്കിൽ അവിടെ കുറെ പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്പിറൈറ്റിന്റെ ഞാൻ വീഴാൻ പോയി കേട്ടോ. സത്യമായിട്ടും വീഴാൻ പോയി. പക്ഷേ അതിന്റെ ജാളിതയും ചളുപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ കട്ടയ്ക്ക് നിൽക്കും. പിന്നെ അവിടെ ഞാനിപ്പോൾ കോപ്പിറൈറ്റിന് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഓൺ വോയിസ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്നത്. അപ്പോൾ എനിക്കിനി ഫുഡ് കഴിക്കണം. വിശക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട്. അപ്പം ഞാൻ അതിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു അപ്പച്ചനെ കണ്ടു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ എല്ലാവരും മറക്കാണ്ട് കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. എനിക്ക് ഫുഡ് കഴിക്കാനുള്ള കടയായിരുന്നു ആ റൈറ്റ് സൈഡിൽ കഴിഞ്ഞു പോയത്. പിന്നെ ഞാൻ പുറകോട്ട് നടന്നിട്ട് ഷോപ്പിൽ കയറി. അപ്പോൾ അവിടെ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തൊക്കെയോ കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഫൈനലി എവിടെ കയറിയാലും പിന്നെ എന്തൊക്കെ കണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ബിരിയാണി ആയിരിക്കുമല്ലോ നമ്മൾ ഓർഡർ ചെയ്യുന്നത്. അപ്പോൾ ഞാനും ഒരു ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു. സിംഗിളാണ്. യൂസ് ടൈം വരുന്നതേ ഉള്ളൂ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിക്കുക. ഞാനിപ്പോൾ ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തിട്ടുണ്ട് സിംഗിള്. അപ്പോൾ അത് കഴിച്ചിട്ട് ബാക്കി. അപ്പോൾ ഇതാ ബിരിയാണി വന്നിട്ടുണ്ട്. ഞാനത് കഴിക്കട്ടെ. കഴിച്ചു കഴിഞ്ഞിട്ട് ഇനി ബാക്കി. അങ്ങനെ ബിരിയാണി വന്നു. ഞാനങ്ങനെ കഴിക്കാൻ തുടങ്ങുകയാണ്. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞം 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 ഞം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഒരു ഫ്രഷ് ലൈമും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും വന്നു. അപ്പോൾ 126 രൂപ ആയിട്ടുള്ളായിരുന്നു. ഫുഡ് കഴിച്ചിറങ്ങി. എനിക്കാകെ ടോട്ടൽ 126 ആയിട്ടുള്ളൂ എമൗണ്ട്. അത് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. പക്ഷെ കുഴപ്പമില്ല, തരക്കേടില്ലാണ്ട് നല്ല ഫുഡായിരുന്നു. അപ്പം ഞാൻ ഓട്ടോയിൽ കയറിയിട്ടുണ്ട്. ഞാൻ വീട്ടിലേക്ക് പോവാണ്. പിന്നെ പോണ വഴിയിലാന്നേൽ മിത്രന് ഫുഡ് വാങ്ങിക്കണമായിരുന്നേ. അപ്പോഴത്തേക്കിനും റോംസ് ആൻഡ് റാക്സിൽ നിർത്തിയിട്ട് അവന് ഫുഡ് വാങ്ങിക്കാനായിട്ട് കയറി. ചിക്കൻ ഗ്രേവി വാങ്ങിക്കാനായിട്ടാണ് കയറിയത്. എനിക്ക് ഈ ഷോപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോൾ കയറിയാലും ഇവിടെ കുറേ പിള്ളേരുണ്ടോ. പിള്ളേരെന്ന് ഞാൻ ഉദ്ദേശിച്ചത് പപ്പിക്കുഞ്ഞുങ്ങളെയായിരുന്നു കേട്ടോ. നല്ല രസമാണ് കാണാനൊക്കെ. അതുങ്ങളുടെ ഒച്ചയും ബഹളവും നല്ല രസമാണ്. പിന്നെ കുറേ ഒക്കെ ഇങ്ങനെ ഒരുക്കി വെച്ചേക്കുന്നതൊക്കെ കാണാം. പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീടാണ്. ഇനി എങ്ങും ഒന്നും വാങ്ങിക്കാനില്ല. ഞാൻ ഒരുപാട് നാൾ കൂടിയിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഒരു സന്തോഷമൊക്കെ എനിക്കുണ്ടായിരുന്നു. പിന്നെ എന്തൊക്കെയോ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പിന്നെ പൈസ ഒന്നും വെറുതെ അങ്ങനെ അനാവശ്യമായിട്ട് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചില്ല. പൊക്കോണ്ടിരിക്കുകയാണ്. ഓട്ടോ എൻ്റെ ബാക്കിൽ കൂടെ പോയത് ഞാൻ വന്ന ഓട്ടോയാണ് കേട്ടോ. അങ്ങനെ ഞാൻ മൈക്ക് വാങ്ങിക്കാൻ പോയ വ്ലോഗ് ഇവിടെ പര്യവസാനിക്കുകയാണ്. കുഴപ്പമില്ലായിരുന്നു എനിക്ക്. പക്ഷെ ചെറിയ ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നാളെ നോക്കട്ടെ എങ്ങനെയായിരിക്കും. നാളെ അപ്പോൾ ഒരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മൈക്ക് കാണിച്ചു തരാം. സോറി മറന്നുപോയി. ഞാൻ ജോൺസൺ കെയർ എന്ന് പറഞ്ഞ ഷോപ്പിൽ നിന്നാണ് മൈക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഡിജിടെക്കിൻ്റെ ആണ്. ദേ ഇങ്ങനെയുണ്ട്. ഇത് അവിടെ വെച്ചിട്ട് തന്നെ ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ട്. കാണുമൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ, അതിന് വേണ്ടിയിട്ട്. 2 മൈക്കാണുള്ളത്. പിന്നെ ഫോണിൽ കണക്ട് ചെയ്യാനായിട്ട് ഒരു സാധനമുണ്ട്. അപ്പോൾ നാളെ കാണുന്നത് വരെ എല്ലാവരും സന്തോഷമായിട്ട് സുഖമായിട്ട് സമാധാനമായിട്ടിരിക്കൂ. എന്തെങ്കിലുമൊക്കെ മനപ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും എന്നേ. കാരണം ഇപ്പം ഞാൻ ഫോർ എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം നമ്മുടെയൊക്കെ ലൈഫിൽ എന്തോരം കാര്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും കൂടെ അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് നമ്മൾ ഈ അവസ്ഥയിലേക്ക് ഇവിടം വരെ നിൽക്കുന്നത്. അപ്പോൾ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴും നമ്മൾ വിചാരിക്കും അതാണ് വലിയ സംഭവം, അതാണ് വലിയ പ്രോബ്ലം എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും അത് നിസ്സാരമായിട്ട് നമുക്ക് ലൈഫിൽ നിന്ന് മാറിപ്പോകാറുമുണ്ട് അല്ലേ. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മനപ്രയാസമുള്ള ആളുകൾ വിഷമിക്കൊന്നും വേണ്ട, അതൊക്കെ മാറിക്കോളും. അപ്പോൾ നാളെ കാണുന്നത് വരെ ബൈ.